ഹായ്. ഹെഫിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഒരു 2 മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ബിൽഡിംഗ് ക്ലീനിങ്, പെസ്റ്റ് കൺട്രോൾ സർവീസസ് പോലത്തെ കമ്പനികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ ആപ്പാണ് ഹെഫിൾ. അതായത് ബിസിനസ്സിലിപ്പം ഓപ്പറേഷൻസ്, സെയിൽസ്, ഫീൽഡ് സർവീസ് ഈ 3 ഓപ്പറേഷൻസും കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യുന്ന മൊഡ്യൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ വെബ് ആപ്പും മൊബൈൽ ആപ്പും അവൈലബിൾ ആണ്. വർക്കേഴ്സിന് വേറെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, അവരുടെ അന്നത്തെ വർക്ക് കാണാനും പിന്നെ അത് കംപ്ലീറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആപ്പ് വർക്കേഴ്സിനും ഉണ്ട്. അപ്പോൾ ഇതിൽ CRM എന്ന് പറയുന്നത് സെയിൽസിന് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൊഡ്യൂളാണ്. അതായത് ലീഡ്സ്, നമുക്ക് വരുന്ന എല്ലാ ലീഡ്സും വന്ന് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സ്, നമുക്ക് കിട്ടുന്ന എല്ലാ ലീഡ്സും ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ, കോൺടാക്റ്റഡ്, വർക്കിംഗ്, അൺക്വാളിഫൈഡ്, കൺവേർട്ടർ എന്നുള്ള പൈപ്പ് ലൈനിൽ ഇങ്ങനെ മാറ്റി അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാം. എന്നിട്ട് ഇതിൽ അവർ എന്താണോ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഓഡിയോ ആയിട്ട് ആഡ് ചെയ്യാം, നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതിൽ അവർ പറയുന്നൊരു സംഭവം നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ആഡ് ചെയ്യാം. ഇന്ന് വരെ വിളിക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യണം, അല്ലെങ്കിൽ നാളെ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് റിമൈൻഡേഴ്സ് വെക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിലും റിമൈൻഡർ തരും, നമ്മളെ മൊബൈൽ ആപ്പിലും റിമൈൻഡർ കിട്ടും. അപ്പോൾ നമുക്കൊരു ലീഡും മിസ്സായി പോകില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10-20 ലീഡിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി അതിനെ കോൺടാക്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമുക്ക് മിസ്സായി പോകാതെ ബിസിനസ്സുകൾ, അതായത് ഒരു 20 to 30K AED വരെ ആവറേജ് മന്ത്ലി ബിസിനസ്സുകൾ ലോസ്റ്റ് ചെയ്യുന്നുണ്ട്, ലീഡ്സ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതൊന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ എല്ലാ ലീഡിനെയും ഇതാക്കാം, ഡീലായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ലീഡ് പറയാണ് ഞങ്ങൾക്കൊരു പ്രപ്പോസൽ തരാൻ. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും ഓരോ പൈപ്പ് ലൈനും. അതായത് ക്ലീനിങ് സർവീസിനാണെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പം സൈറ്റ് വിസിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഏത് സ്റ്റേജിലാണെന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഡീലിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ എന്താണോ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ട്രാക്ക് ചെയ്യുക, ആക്ടിവിറ്റി ആഡ് ചെയ്യുക. ഒരു ഡീലിൽ ആവശ്യമായ എല്ലാ സംഭവങ്ങളും നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് വർക്കാവുന്നവരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാനത്തെ സ്റ്റാറ്റസ് എത്തുന്നവരെ ഫോളോ അപ്പ് ചെയ്യാം. നമുക്കൊരു കാര്യവും മിസ്സായി പോകില്ല. ഓരോ ഡീലും ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ഇവരെത്ര സെയിൽ കൊണ്ടുവന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു എന്താണോ കൊട്ടേഷനൊക്കെ 2 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുക, ഈസിയാണ്. പിന്നെ ഈ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്ത് അതിനെ ലേബലൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, ഇതിനെ നേരെ വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുക, ഒരു ജോബായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ. CRM മൊഡ്യൂളിൽ ഡീല് വരും, ഡീല് ക്രിയേറ്റ് ചെയ്യും, അത് കൊട്ടേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ലീഡ് വന്ന് അതിനെ ഡീലാക്കി വർക്കാക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാം. പിന്നെ സെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വലി കൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാം, പ്രൊഫോമ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം, ക്ലയൻസിൻ്റെ എല്ലാത്തിൻ്റെയും ലെഡ്ജർ കാര്യങ്ങൾ കിട്ടും. അതായത് അവർ എത്ര ഇൻവോയ്സ് ചെയ്തു, എത്ര പെൻഡിങ് ഉണ്ട്, ഇവരെ കൊട്ടേഷൻസ് എത്ര, ഇൻവോയ്സ് എത്ര, മുഴുവൻ ഡീറ്റെയിൽസും ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഒരു കൊട്ടേഷനെ വേണമെങ്കിൽ നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു ജോബായിട്ട് കൺവേർട്ട് ചെയ്യുക, അത് വൺ ടൈം ആണോ, വൺ ഓഫ് ജോബാണോ, അല്ലെങ്കിൽ കോൺട്രാക്ട് ജോബാണോ എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കോൺട്രാക്ട് ജോബ് ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി മന്ത്ലി, വീക്ക്ലി, ഇനിയല്ല കസ്റ്റം ആണെങ്കിൽ കസ്റ്റം കൊടുക്കാം, എല്ലാ മന്തിലും ഏത് ദിവസമാണ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ദിവസത്തേക്കുള്ള എല്ലാ ഷെഡ്യൂളും ക്രിയേറ്റ് ആവും. അങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ജോബ്സും ഉണ്ടാവും, അത് എത്ര വട്ടം വിസിറ്റ് ചെയ്തെന്ന് കാണും. ഇനി അത് ഷെഡ്യൂളിലേക്ക് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടീം മെമ്പേഴ്സിന് അസൈൻ ചെയ്യാം ഓരോ വർക്ക്, അത് ഏത് ടൈമിലാണുള്ളത് എന്നുള്ളത് വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാം, ഇതുപോലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം, എവിടെയാണ് പോകാനുള്ളത്, ഇൻവോയ്സ് ചെയ്യാനുള്ളതാണോ, ഇനി മാപ്പിൽ ലൊക്കേഷൻ കാണാം, ഇത് ഏതെല്ലാം ടീം മെമ്പേഴ്സ് ആഡ് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ടീം മെമ്പേഴ്സിനെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കോമ്പിനേഷൻ ഓഫ് ടീം മെമ്പേഴ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ കാണാം. ഇപ്പോൾ ഇവരൊക്കെ ഓരോ വർക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇടാം. പിന്നെ ഇവിടുന്ന് റീസൈസ് ചെയ്യുക, ഇതിൻ്റെ ടൈം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ടീം മെമ്പേഴ്സ് ഏതൊക്കെ വർക്ക് ഏതൊക്കെ ടൈമിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണാം. ഇനി കൂടുതൽ ടീം മെമ്പേഴ്സും കൂടുതൽ കോമ്പിനേഷൻസും ഉണ്ടെങ്കിൽ അത് ഈ ആക്സസിൽ അങ്ങനെ വരും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ചെയ്യുക. എല്ലാവരെയും ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കാണാം, ഏതൊക്കെ ഷെഡ്യൂൾ എപ്പോഴൊക്കെ പോകാനുണ്ട്, അവർ പോയോ, ഇനി പോയിട്ടില്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പെൻഡിങ് ഉള്ള ഷെഡ്യൂൾസ് ഇവിടെ കാണിക്കും. ഇനി പുതിയൊരു ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ ജോബിനും അതിൻ്റെ ഷെഡ്യൂൾസ് ഇവിടെ നമുക്കിങ്ങനെ കാണാം, എത്ര എണ്ണം പെൻഡിങ് ഉണ്ട്, എത്ര എണ്ണം കംപ്ലീറ്റഡ് ആയി, ക്യാൻസൽഡ് ആയി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നമുക്കിങ്ങനെ കാണാം. ഇനി എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, ഒരു ജോബ് എത്ര വട്ടം നമ്മളവിടെ വിസിറ്റ് ചെയ്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ മൊഡ്യൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം, അതാത് ദിവസത്തെ വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാം. ഇതൊരു അഡ്മിൻ പോയിൻ്റ് ഓഫ് വ്യൂ ഒന്ന് മന്ത്ലി നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാം, ഏതൊക്കെ ദിവസം ചെയ്തു, അങ്ങനെ കൃത്യമായി. ഇതാണ്
ഫീൽഡ് സർവീസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലാണ് ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുക. പിന്നെ ഇതുകൂടാതെ നമ്മളെ കമ്പനീൻ്റെ സംബന്ധമായ എല്ലാ ഫയൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാം. നമ്മളെ കമ്പനീൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ പ്രൊജക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ഈ വെഹിക്കിൾ രജിസ്ട്രേഷന് അങ്ങനത്തെ ലീഗൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പ്രൊജക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ AI അസിസ്റ്റൻറ്റ് മൊഡ്യൂളുണ്ട്. ഇതിനോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു AI മൊഡ്യൂളാണ്. ഇതിൽ മൊത്തം ആൻസർ ചെയ്യും. പിന്നെ HR മൊഡ്യൂൾ ഉണ്ടാവും. അതായത് നമ്മളെ എംപ്ലോയീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. എല്ലാ കാര്യങ്ങളും ഇവിടെ കീപ്പ് ചെയ്യാം. പിന്നെ ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ റിപ്പോർട്ടിംഗ് സിസ്റ്റവും ഉണ്ടാക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്ക് റിപ്പോർട്ട്, സർവീസ് റിപ്പോർട്ട്, അങ്ങനെ തുടങ്ങിയ എന്ത് റിപ്പോർട്ടുകളും നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് മൊത്തം എന്ത് ചെയ്യാം, ഈ മാനുവൽ വർക്ക് എല്ലാം ഒഴിവാക്കാം. വേർഡ് അതൊന്നും ഉപയോഗിക്കേണ്ട. കൊട്ടേഷൻ, ഇൻവോയ്സ്, പിന്നെ എല്ലാ റിപ്പോർട്ടുകളും ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടങ്ങി കംപ്ലീറ്റ് ഓൾ ഇൻ വൺ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ ആപ്പാണ് ഹെഫ്ൽ എന്ന് പറയുന്നത്.